പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, പാന്ത ടു ജമ്പി ഇതിൻ്റെ റൂട്ട്. പാന്ത ടു ജമ്പി എടുത്തിട്ട് ഇങ്ങനെ ഒരു പാലം കാണും, അത് അതിലെ കൂടി വരിക. എന്നിട്ട് ഈ കാണുന്ന പോലെ റൂട്ട്, പിന്നെ നമ്മൾ മാപ്പ് നോക്കി പോയാൽ മതി. പിന്നെ ഇതിൻ്റെ ഇടക്ക് ഓരോ അടയാളങ്ങളുണ്ട്, ഞാൻ പോയിട്ട് കാണിച്ചു തരാം. അടുത്ത മാപ്പിലാകാൻ ഞാൻ കുറച്ച് കാലം ഇത് ഓടിച്ചിട്ട് ഗൈസ്. പിന്നെ സ്റ്റിയറിങ് കാണാനായിട്ടൊന്നും നോക്കണ്ട, നമ്മൾ ഇതിപ്പോൾ ചെറിയൊരു സെറ്റപ്പ് ഇറക്കി. സ്റ്റിയറിങ് വീല് പോലെ ഏകദേശം ഒരു സ്റ്റിയറിങ് വീല് തന്നെ. സ്റ്റിയറിങ് വീലിൻ്റെ അത്രക്കും വലിയ റേറ്റൊന്നും ഇല്ലെങ്കിലും ഉണ്ട്. യെസ്, അപ്പം നമുക്ക് എന്തായാലും കുറച്ച് സ്പീഡ് എടുത്ത് പോയേക്കാം. പൈസ ഒരു പാട്ട് പ്ലേ ചെയ്യാം, മറ്റേ ഹോണടി അത് തന്നെ പാട്ട്. ഈ നിർത്തിയിട്ട് പച്ച ട്രക്കാണ് നമ്മളെ ഫസ്റ്റത്തെ ഇതേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ നമ്മൾ മാപ്പ് നോക്കി പോവുകയുണ്ട്, അത് കണ്ടിട്ടുണ്ടാവും. അടുത്ത മാപ്പിലാണ് കാട് കിട്ടും. ഇത്ര കാലം ഇങ്ങനെ കാടിലുണ്ട്. അപ്പം കശലോടി മാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് മാപ്പ് എത്തിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു 2 ലോറികൾ ഒരു തട്ട് കടയും അങ്ങനെ പറയാം. അപ്പുറത്തെ സ്ഥലമാണുള്ള സ്ഥലമാണ്. നമുക്ക് എന്തായാലും പറപ്പിച്ച് പോയേക്കാം. ഞാൻ എന്തായാലും കുറച്ച് കാലം വന്നിട്ട് ഇന്നുകൂടി എക്സ്പ്ലോർ ചെയ്യുകയാണ്. റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്. വളഞ്ഞ് കിട്ടാൻ പണിയുണ്ട്. ഞാനപ്പോൾ ഹെൽഫയറിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഞാൻ ഇച്ചിരി ഫാനാണ്, അതാണ് BMR മാത്രം. ഇപ്പം നമ്മളൊരിക്കൽ നിലവിൽ BMR ഉള്ളൂ. നമ്മളെ എക്സ്പ്ലോഡിൻ്റെ വണ്ടിയെല്ലാം കുറേ കാലമായില്ലേ പോയിട്ട്. ഇപ്പം നമ്മളെ എക്സ്പ്ലോഡിൻ്റെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ കയ്യിൽ. എന്തായാലും ഒന്ന് പാർട്ട് ഓഫ് ആക്കിയേക്കാം നമുക്ക്. ഇത് 3rd വൺ കാര്യമായിട്ടൊന്നും ഉള്ളതല്ല, എന്നാലും ഇതാ ഉണക്കാനിട്ട തേങ്ങ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നുമില്ല, നമുക്ക് നേരെ വിടുക ബസ്. ഈ വണ്ടി ഇച്ചിരി സ്പീഡ് കയറാൻ പണിയുണ്ട്. ചെറിയ ടാഗുണ്ട്, നമ്മൾ സീനൊക്കെ നോക്കാം. നമുക്കെന്തായാലും പോയേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും
ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. സിമുലേറ്റർ കളിക്കുന്നവരുണ്ടെങ്കിൽ ഈ റൂട്ട് അപ്പം നമ്മൾ എത്താനായിട്ടുണ്ട്. കുറച്ചും കൂടി പോവാണ്. ഇപ്പം എന്തോ മാപ്പിന് നീളം കൂടിയതാ. ഇത്രയും കാലം ഞാൻ വരുമ്പോൾ ഇത്രയും നീളം ഉണ്ടാക്കി. ഇത്രയും വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. തട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വളച്ച് നോക്കി. ബസ്സിനൊന്നും പറ്റിയില്ല, ഭാഗ്യം. നമുക്ക് പോയേക്കാം. പെട്ടെന്ന് മഴ കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ അത്രക്കും അടിച്ചെത്തി. ഇപ്പം കയറാൻ പോവുകയാണ് തമിഴ് സൈഡ്. പുതിയ റൂട്ട് വന്നല്ലോ. ഞാൻ ഗുണ കേവിൽ ഇതിനകത്ത് കുറേ വട്ടം പോയിട്ടുണ്ട്. സാധാരണ ആ കാണുന്നതാണ് നമ്മുടെ താമരാക്ഷൻ ചുരം. ഞാൻ മറ്റേ വ്യൂ ഇട്ട് കാണിച്ചു തരാം. ബസ് കയറി കിട്ടയച്ചിട്ട് പണിയുണ്ട്. മേലോട്ട് കയറിയുണ്ടോ? അതാണ് ശരി. ബസ് നിന്ന് ഗൈസ്, നമുക്കെന്താണ് കേട്ടിട്ട് നോക്കാം. വിചാരിക്കുമ്പോൾ ബസ്സിൽ പോവാം. നമുക്കൂടെ റിവേഴ്സ് എടുത്തിട്ട് കയറിയേക്കാം. നമുക്ക് നൈസായിട്ട് അങ്ങോട്ടേക്കാം. ഒരു പ്രോബ്ലം ഇല്ല. റിവേഴ്സ് പോയി. നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇറക്കിയിട്ട് ഒറ്റ കയറിയില്ല. ബസ് കയറിയില്ല കേസ്. ബസ് അതല്ല എനക്ക് മനസ്സിലാകാത്ത. ഞാൻ എന്തൊരു ഇടക്കിടക്ക് ബസ് എന്ന് പറയുന്നു. ഗൈസ് ബസ്. ഞാനെന്തിനാ ബസ്? എപ്പം നോക്കിയാലും ബസ്. ചെറുതായിട്ടൊന്ന് തട്ടുമെന്നൊരു ഡൗട്ട് ഗൈസ്. ഇല്ലാണ്ടില്ല. കയ്യിന്നേ പോയി. എനിക്കൊരേ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഗൈസ്. ആ ബസ് തട്ടിയാലും കുഴപ്പമില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പം ഞാൻ പറയുന്ന ഐഡിയ മാത്രമേ നടക്കൂ. ഇത്രമാത്രം പണിയുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഈ ഒരു ബസ് കയറി വരാൻ.
ഞാൻ ഇതിലും നല്ലത് വേറെ ബസ് എടുത്തിട്ട് വരുമായിരുന്നു. അങ്ങനെ റിവേഴ്സ് എടുത്ത് കിട്ടി. പിന്നെ ഒറ്റ കേരള വീട്ടിലങ്ങനെ ചെറുതായിട്ട് തട്ടി, ചെറുതായിട്ടല്ല വലുതായിട്ട്. ഈ സമയം ഒരു പ്രശ്നമില്ലാണ്ട് വന്നതാ ഗൈസ്. പോയി കയ്യിൽ നിന്ന് പോയി ഗൈസ്.